എന്തിനാണെന്നറിയോ അവിടെ ഫോട്ടോ എടുക്കുന്നത്? ഇനി ഇങ്ങനെ കാണാൻ പറ്റത്തില്ല, എഴുന്നേറ്റ് നടന്ന് കാണാൻ പോവാ നമ്മള്. ഞാനിവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോ നീ പറഞ്ഞു, കർത്താവേ എന്നെയും കൂടെ തൊട്ടിട്ട് പോകാവേ എന്ന് പറഞ്ഞ നീ കുടൂടാ കരയുന്ന കരച്ചിലില്ലേ? സുന്ദരനേ, നിൻമുഖകാന്തിയൻ പ്രിയനെ, എന്താശ്ചര്യമേ, നിൻ പ്രേമകാന്തനാമേശുവേ, ആ സുന്ദരനേ, നിൻമുഖകാന്തിയൻ പ്രിയനെ, എന്താശ്ചര്യമേ. ഞാനിവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോ നീ പറഞ്ഞു, കർത്താവേ എന്നെയും കൂടെ തൊട്ടിട്ട് പോകാവേ എന്ന് പറഞ്ഞ നീ കുടൂടാ കരയുന്ന കരച്ചിലില്ലേ? യേശുവിന്റെ ഒരു വിടുതൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും ആധരം തുറന്ന് ഒന്നീ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ അത്ഭുതങ്ങളും. ഇതിനെ കൊണ്ട് കൊണ്ടുപോകാത്ത സ്ഥലമൊന്നുമില്ല. അവിടെ മോൻ കണ്ട് ഞാൻ എഴുന്നേറ്റ് നടക്കുകയല്ലേ, നടന്നിട്ടില്ല. ജനിച്ചിട്ട് ഇതുവരെ അവളെ നടന്നിട്ടില്ല. ജനിച്ചിട്ട് ഇതുവരെ അവള് വർത്താനം പറഞ്ഞിട്ടില്ല. ജനിച്ചിട്ട് ഇതുവരെ അവളെ തല ഉയർത്തി നോക്കിയിട്ടില്ല. എന്നോട് ദൈവം പറയുവാ, ഇന്ന് രാവിലെ ഒരു അത്ഭുതം ഈ വീട്ടിലുണ്ടാവാൻ പോവാ. കൈയടിച്ച് ആദരമൊന്ന് തുറന്ന യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ചൊന്ന് വിളിച്ച്. ഈ അപ്പനും അമ്മയും ഒക്കെ അവിടെ ഇരുന്ന് പറയുമായിരുന്നു, ദൈവമേ എന്നെ കൊച്ചിനെ ഒന്ന് തൊടാതെ പോവല്ലേ. വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് ചേർന്ന് ആദരവൊന്ന് തുറന്ന് നാവൊന്ന് ചലിപ്പിച്ച് യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ ഒന്ന് പ്രാർത്ഥിച്ച യേശുവിന്. ഇവിടെ കല്യാണം ഇഷ്ടപ്പെട്ടായിരുന്നു, ഇവിടെ സ്നേഹിച്ച് കെട്ടിയല്ലേ. അന്ന് സങ്കടമായിരുന്നു, പെന്തക്കോസ്ത് ചർച്ചിലായിരുന്നു. പക്ഷെ ഹിന്ദുവിൽ പോയി കെട്ടി. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇന്ന് ദൈവവുമായിട്ട് നിരക്കണം. ഞാൻ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ യേശു എന്നോട് പറഞ്ഞു, യേശുവുമായിട്ട് നിരക്കണം. ഇന്ന് രാവിലെ നീ പ്രാർത്ഥിക്കത്തില്ലയോ? നിന്റെ കുഞ്ഞ് എഴുന്നേറ്റ് നടക്കും. നിന്റെ കുഞ്ഞൊരു അത്ഭുതമാകും. ഈ വല്യപ്പൻ കരയാത്ത ഒരു ദിവസവും ഇല്ല. ഒന്ന് കൈയടിച്ചു വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഒരുമിച്ച് വിളിച്ച്. ഹരീഷ്മ മക്കളെ, ഞാനിത് പറയാതെ പോയാൽ നീ ദൈവവുമായിട്ട് രമ്യതപ്പെട്ടില്ലേ, നിന്റെ കുഞ്ഞിന് സൗഖ്യം ഉണ്ടാവത്തില്ല. ഞാൻ വെറുതെ പുറത്ത് ചികിത്സിക്കുന്ന പോലെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഉള്ളിൽ ഭയങ്കര സങ്കട. നീ സങ്കടപ്പെടുന്ന പോലെ നിന്റെ വല്യപ്പൻ സങ്കടപ്പെടുന്ന പോലെ, ഈ കുഞ്ഞിൻ്റെ വല്യപ്പൻ സങ്കടപ്പെടുന്ന പോലെ എൻ്റെ ഉള്ളിൽ ഭയങ്കര സങ്കട. ഈ വല്യപ്പൻ ഈ കുഞ്ഞിനെ തൊട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ ഇവളൊന്ന് എഴുന്നേറ്റ് നടന്ന് കണ്ടാൽ മതി. ഇവക്ക് ഇപ്പം എത്ര വയസ്സായി? 3 വയസ്സായി. ഞാൻ നിന്നോട് ദൂത് പറയുന്നേ, നീ ഇവളെ കൈക്ക് പിടിച്ച് എലോഹിം ചർച്ച് വരും. നീ സുധീഷിനോട് പറയണം എന്നെ കാണാൻ വരാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം. സുധീഷ് വരത്തില്ല ശരിക്കും. സുധീഷിന് ഈ പെന്തക്കോസ്ത് ആരാധനയൊന്നും ഇഷ്ടമല്ല. സത്യം. ഞാൻ കാണുവാ ഇങ്ങനൊക്കെ. നീ സുധീഷിനെ വിളിക്കണം. മാമൻ്റെ ഭാര്യ. അപ്പം മാമി ചെന്ന് പറയണം, നമ്മൾ തമ്മിൽ ആദ്യം കാണുകയല്ലേ, നീ എന്നെ ആദ്യം കാണുകയല്ലേ, ചേട്ടൻ എന്നെ ആദ്യം കാണുകയല്ലേ. ആണോ? നമ്മളെല്ലാം കൂടെ കാണുന്ന ഒരാൾ ഈ യോഗത്തിലുണ്ട്. നീ പെന്തിക്കോസിലായിരുന്നെന്നും നീ സ്നേഹിച്ച് കെട്ടിയാന്നും നീ ഹിന്ദുവിനെയാ കെട്ടിയെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ നിന്നെ ഞാൻ കണ്ടപ്പോൾ യേശു എന്നോട് പറഞ്ഞു, നിനക്ക് മക്കളെ പഠിച്ച കോഴ്സ് നമ്മൾ പൂർത്തീകരിച്ചില്ല. തീർത്തോ? ഇല്ല. നീ എന്തു തുടങ്ങിയാലും അത് തീർക്കാൻ പറ്റത്തില്ല. ഒപ്താമോളജി പഠിച്ച കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എടി വലിയ ആഗ്രഹത്തോടാ നിന്റെ അപ്പനൊക്കെ നിന്നെ, നീ ആത്മീയയാണെന്നും നീ നല്ലതാണെന്നും ഒക്കെ പറഞ്ഞാ അവരെതിയത്. അവരാ കല്യാണം കൊണ്ട് തകർന്നു പോയി. ശരിക്കും സത്യ ആന്നടി, നിന്റെ അച്ഛനൊക്കെ തകർന്നു പോയി. നമ്മൾ ഇന്ന് അത് രമ്യതപ്പെടാൻ പോവാ. നിന്റെ ഈ കുഞ്ഞില്ലേ, ഇവന്റെ പേരെന്തുവാ? ഇവൻ ദൈവവേലക്കാരനായിട്ട് മാറും. ആ കൂട്ടത്തിൽ ഈ കുഞ്ഞും സ്റ്റേജിലുണ്ടാവും. ഇവളും ദൈവത്തിന്റെ നാമത്തെ ഉയർത്തും. നീ ഇന്ന് ദൈവവുമായിട്ട് രമ്യതപ്പെടണം, ദൈവവുമായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഒരു ദൈവത്തിന്റെ
ഒരാൾക്ക് വേണ്ടി വല്ലാതെ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ വീട്ടിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല. നിന്റെ പിള്ളേർക്ക് വഴി ദൈവം തുറക്കാൻ പോവാ. നീ ഇവരുടെ കൂടെ കൂട്ടിന് വന്നതാ, പക്ഷെ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. കർത്താവ് ഇന്ന് രാവിലെ എന്നോട് പറയുക, വഴി മുടക്കി നിന്നതല്ല, നിന്റെ വീട്ടിൽ നീ രാവിലെ മാറാൻ പോവാ. യേശുവേ എന്നൊന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും കൈയടിച്ച് ആദരവൊന്ന് തുറന്ന് യേശുവേ മുറക്കി ഒന്ന് വിളിച്ച് ഒരു വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. നിങ്ങൾ കേട്ടോ, തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ ട്രെയിൻ കയറി വരുവാ ചേച്ചി. എന്നോട് പറഞ്ഞ ഇവരുടെ കൂട്ടിന് വന്ന, പക്ഷെ കർത്താവ് ദൂത് പറയുക, നിന്റെ മൂത്ത മകന്റെ ജീവിതം ഇന്ന് രാവിലെ മാറും. മൂത്തവൻ നിൽക്കുമ്പം ഇളയവൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചു. ഇതായിരുന്നു വീട്, അല്ലേ ചേച്ചി? അങ്ങനെ ആ വീട്. പക്ഷെ മൂത്തവന് കല്യാണം വേണ്ട. അവന്റെ അവസ്ഥ മാറാൻ പോവാ. അവൻ ഇവിടെ എലോഹിമി വരും, എന്നെ കാണാൻ വരും. അവൻ ഏത് കോഴ്സ് പഠിച്ചിട്ടും നിൽക്കുന്നില്ല, ഒരിടത്തും ഉറച്ചു നിൽക്കത്തില്ല. അവനെ ഓർത്താ നിനക്ക് ഏറ്റവും ഭയങ്കര സങ്കടം. നീ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, ദൈവമേ എന്റെ കണ്ണടയ്ക്കുന്നതിന് മുൻപ് എന്റെ മൂത്ത മോന്റെ കല്യാണം എനിക്ക് കാണണം, അവനിങ്ങനെ നശിച്ചു പോകണ്ട. എന്നോട് ദൈവം പറയുക, അവന്റെ അകത്ത് മദ്യത്തിൽ കൈവശമുണ്ട്. കുടിച്ച വേറെ ആളാ. സത്യം എന്നോട് ദൈവം പറയാ, നശിക്കാൻ വേണ്ടി അവന്റെ അകത്തൊരാൾ. ഇവൻ മിടുക്കനാ ചെക്കൻ, മിടുക്കൻ ചെക്കനാ, എല്ലാം പഠി. എന്നോട് കർത്താവ് പറയുക, ഇന്ന് രാവിലെ അവനെ കെട്ടിയ കെട്ട് എന്റെ ദൈവം അഴിച്ചു കളയാൻ പോവാ. ഈ കുഞ്ഞിനെ എനിക്ക് കാണിച്ചേ, എനിക്ക് അവിടെ മുഖം കാണിക്കാമോ എന്നെ? നിങ്ങൾ കണ്ടോ ഈ കുഞ്ഞിനെ? ജനിച്ചിട്ട് ഇന്ന് വരെ ഇങ്ങനെ കിടന്നിട്ടേ ഉള്ളു അവള്. ഇവിടെ എന്തിനാണെന്നറിയോ അവിടെ ഫോട്ടോ എടുക്കുന്നേ? ഇനി ഇങ്ങനെ കാണാൻ പറ്റത്തില്ല, എഴുന്നേറ്റ് നടന്ന് കാണാൻ പോവാ നമ്മള്. നിങ്ങളൊന്ന് കൈയടിച്ച് വിളിക്കുമെങ്കിൽ യേശുവേ എന്നൊന്ന് വിളിച്ച് ആദരവൊന്ന് തുറന്ന് നാവൊന്ന് ചലിപ്പിച്ച്, അപ്പച്ചാ പിതാവേ ഞാൻ ഈ ഈസായിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നേ, നിന്റെ മക്കളോട് ദൈവം ക്ഷമിക്കണേ, അങ്ങേന്ന് പോയതിന് ദൈവം ക്ഷമിക്കണേ കർത്താവേ. അവർക്ക് പകരം ഞാൻ നിലവിളിക്കുന്ന അപ്പാ, അവർക്ക് പകരം ഞാൻ ഇടിപിടി നിൽക്കുന്ന അപ്പാ. ദൈവമേ മടക്കിക്കൊണ്ട് വരണേ, ഞങ്ങളുടെ കുഞ്ഞിനെ സൗഖ്യമാക്കണേ. അവൾ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ അത്ഭുതത്തോടെ കാണാ. സർവശക്തനെ അവിടെ ഇടയാക്കുന്നതിന് നന്ദി. ഈ കുടുംബത്തിന്റെ കണ്ണുനീര് അവിടെ നോക്കണം. അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ഹരിച്ചേട്ടാ, ഇവള് സൗഖ്യമാകും, ഇവള് അത്ഭുതമായിട്ട് മാറും.